എൻ്റെ പേര് ധന്യ ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 4 തീയതിയാണ്. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകൾക്ക് മാർച്ച് മുതൽ ഭയങ്കര ഛർദിയായിരുന്നു. അവൾ 10th ഇക്കൊല്ലമായിരുന്നത്. ഈ വർഷം 10th. അവൾക്ക് എല്ലാ ദിവസവും ട്യൂഷനും ക്ലാസ്സിലൊന്നും പോകാൻ സാധിച്ചിരുന്നില്ല. ഞങ്ങൾ പല ഡോക്ടർമാരെ കാണിച്ചു. അമലയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തു. ഇപ്പോൾ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് തലയിലുള്ളൊരു ഹോർമോണാണ്. അത് 907 അവൾക്ക് ഉണ്ടായിരുന്നത്. അത് വെറും 50 മാത്രമേ പാടുള്ളൂ. 907 1000-ന് മേലെ ആയാൽ ട്യൂമറിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞങ്ങളത് കേട്ടപ്പോൾ 3 മാസത്തേക്ക് മരുന്ന് ഡോക്ടർ എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്യാനാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നത്തെ ആഴ്ച തന്നെ ജൂബിലിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞു 3 മാസം വരെ കാത്തു നിൽക്കണ്ട, ഇപ്പോൾ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കാൻ ചെയ്തു. അവിടെ പ്രൊലാക്റ്റിൻ തന്നെ. അപ്പോൾ എനിക്കൊരു ചേച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കേട്ടിരുന്നു. മെയ് മാസത്തിലാണ്. എൻ്റെ മകൾക്ക് നന്നായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ജൂബിലിയിൽ പോയി MRI സ്കാൻ ചെയ്തു. പ്രൊലാക്റ്റിൻ നോക്കി. 2 ആഴ്ചയായിട്ടില്ല. നോക്കിയപ്പോൾ വെറും 49 പ്രൊലാക്റ്റിൻ കുറഞ്ഞു. MRI സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പമില്ല. ഡോക്ടർക്ക് അതിശയായി. ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, എന്താ സംഭവിച്ചെന്നറിയില്ല. ഏറ്റവും നന്നായി കുറവാക്കി തന്നു. 50 പോലും ഇല്ലാതെ വെറും 49 ആക്കിയിട്ട് പ്രൊലാക്റ്റിൻ്റെ അളവ് കുറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ മകൾക്ക് ഈ വർഷം 10ൽ ഫുൾ A+ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് 2 മാസം മുമ്പ് ലങ്സിൽ ഇൻഫെക്ഷനായിരുന്നു. ശ്വാസം കിട്ടാതെ ഭയങ്കര ബുദ്ധിമുട്ടായി. എല്ലാം മാതാവ് മാറ്റി തന്നു. അതുപോലെ എൻ്റെ ചേട്ടന് ഗൾഫിൽ ഒരു കടയിടാനായിട്ട് സാധിച്ചു. മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. എനിക്ക് എൻ്റെ ഭവനത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു.